ഹലോ, നമ്മുടെ യെല്ലോ നോക്കിയേ, എല്ലാം പൂവെല്ലാം കൊഴിഞ്ഞു കേട്ടോ. നല്ലൊരു കാറ്റ് വീശിയായിരുന്നു. ഇപ്പം എല്ലാ പൂവിൻ്റെ ലീഫും കൊഴിഞ്ഞു. ഇപ്പോൾ ദേ ഒരാൾ മാത്രം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല വലിയ ഫ്ലവർ കേട്ടോ നമ്മുടെ യെല്ലോ പിയോണി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. ഇപ്പോൾ നമ്മുടെ യെല്ലോ പിയോണി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സഹസ്രമുണ്ട് കേട്ടോ. സഹസ്രത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, 1000 അതള കേട്ടോ. പക്ഷേ നമുക്കിതൊരു പൂക്കാറില്ല കേട്ടോ. സംഭവം അത് റയറായിട്ട് മാത്രമേ അത് പൂക്കുള്ളൂ കേട്ടോ. കാരണം സ്റ്റാൻഡിങ് ലീഫൊക്കെ എപ്പോഴും വരും, നല്ല വലിയ രീതിക്കൊക്കെ വരും. ഇതുവരെ നമുക്ക് പൂത്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കത് പെട്ടെന്ന് പൂത്ത് കാണണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പ്രാർത്ഥിക്കണം. നല്ല രീതിക്ക് ഒരു ഫ്ലവറൊക്കെ തരുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ അതെ 5000 കേട്ടോ. സെയിം നമ്മുടെ എന്താ പറയുക, സഹസ്രത്തിൻ്റെ സെയിം ഇതാണ്. പക്ഷേ എനിക്ക് പൂണ്ടായിട്ടോ. എന്നിട്ട് 5000 ആണ്. വെള്ള കളറിൽ 1000 അതൾ വരുന്ന ടൈപ്പ് കേട്ടോ. ഇത് നമ്മുടെ റെഡ് പിയോണി. ഇതിപ്പം നാളത്തേക്ക് വിരിയും കേട്ടോ. നാളത്തേക്ക് വിരിയാനായിട്ടുണ്ട് നമ്മുടെ റെഡ് പിയോണി. നമുക്കെന്തായാലും വിരിയിക്കണ്ട, സ്വയം വിരിയട്ടെ. പിന്നെ ഇതേ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ കാത്തിരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ തമോ. കണ്ടില്ലേ, ഇതിപ്പോൾ നാളത്തേക്ക് വിരിയും. ഏകദേശം വിരിയാനായിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് വിരിയിക്കാം, പക്ഷെ ഞാൻ വിരിയിക്കില്ല. നാളേക്ക് സ്വയം വിരിയട്ടെ അല്ലേ. എന്നും നമ്മളിങ്ങനെ വിരിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നോക്കി, നമ്മുടെ എന്താ മെക്സിക്കൻ സ്ക്വാഡൊക്കെ ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ട്. വെള്ളം വറ്റി കിടക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ തമോൻ്റെ ട്യൂബറാട്ടോ കാണുന്നത്. തമോ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് വലിയ ട്യൂബർ കേട്ടോ. ഒന്ന് അയ്യോ പൊട്ടിപ്പോയതാണത്. അല്ല, 2 ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും തമോ. ഇതേ തമോൻ്റെ ട്യൂബർ അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നട്ടു കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പാത്രം വാങ്ങണം. പാത്രം വാങ്ങിയിട്ട് ഒരു ദിവസം ലീവുള്ള ദിവസം പാത്രമൊക്കെ വാങ്ങിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാവേ. നമ്മുടെ അമേരി പിയോണി ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്, വേറെ ആരും വന്നിട്ടില്ല കേട്ടോ. ഒരാൾ മാത്രമേ ഇപ്പോൾ നമുക്ക് ഫ്ലവറിൽ നിന്നിട്ടുള്ളൂ. അമേരി പിയോണി. പിന്നെ ആരാ, പിന്നെ നമ്മുടെ ലിയാങ്കളി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, ഇതിലൊക്കെ നമ്മുടെ ലിയാങ്കളി. അത് അത്യാവശ്യം നല്ല രീതിക്ക് മുട്ട വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. ഞാനെന്താ പെട്ടെന്ന് മുട്ട തരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുറേ കഴിയും എന്നൊക്കെ വിചാരിച്ചത്. കുഞ്ഞി മുട്ട ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ആൾ സെറ്റാട്ടോ. ലിയാങ്കളി നമുക്ക് ബോൾഡോട്ട സെറ്റ് വളർത്താൻ നോർമലി പോട്ടിലൊക്കെ വയ്ക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലിയാങ്കളി. പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ പിന്നെ ഇത് ഇനിയിപ്പം ട്യൂബർ എടുക്കാനുള്ളത് നമ്മുടെ ഹേർട്ട് ബ്ലഡിൻ്റെ ട്യൂബർ എടുക്കാനുണ്ട് കേട്ടോ. ഇതെന്താ വള്ളിയൊക്കെ ഒന്ന് ചുറ്റി കിടക്കുന്നതൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയാം. കത്തിക്കുന്ന ആവശ്യമില്ല. ഇതിപ്പം നാളത്തേക്കിത് വിരിയും കേട്ടോ നമ്മുടെ ഫോറിനർ. പിന്നെ ഹേർട്ട് ബ്ലഡ് ഉണ്ട് ഇവിടെ. ഹേർട്ട് ബ്ലഡ് നമ്മൾ ട്യൂബർ എടുക്കാനായിട്ടുണ്ട്. അതുപോലെ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബർ എടുക്കാനായിട്ടുണ്ട്. അതുപോലെ ഹേർട്ട് ബ്ലഡ് 2 ഉണ്ട് കേട്ടോ. 2 നല്ല രീതിക്ക് ഫ്ലവറിങ് തരാം കേട്ടോ. പക്ഷേ റയറായിട്ടേ പൂക്കുള്ളൂ. 1-2 പൂക്കൾ മാത്രമേ നമുക്ക് തരാം. നമ്മുടെ ആമ്പലൊക്കെ മാറ്റാനായിട്ടുണ്ട്. റീപോർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ചന്ദ്രഭാഗിൻ്റെ ട്യൂബർ എടുക്കാനായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ലീഫൊക്കെ പോയി എന്നിട്ട് വേണം സെറ്റാക്കിയിട്ട് വേണം എടുക്കാൻ. ചന്ദ്രഭാഗിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആൾക്കാണെങ്കിൽ കയറി കണ്ടോ. പിന്നെ നമ്മുടെ ആമ്പൽ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഇത്. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ. അത് റയറായിട്ടേ പൂക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് വേറെയും കുറേ ചെടികളുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ടൈമില്ല. ഒരു ദിവസം ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്യേണ്ടി വരും. ഫുള്ള് റീപോർട്ട് ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്ത് റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ടൈം അനുസരിച്ച് നമുക്ക് ചെയ്യണം. കണ്ടില്ലേ, മൊത്തം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യണം.